ശ്രീമാൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആലപ്പുഴയുടെ എല്ലാവിധത്തിലും ആലപ്പുഴയ്ക്ക് പ്രൗഢിയും ഗംഭീരതയും നൽകിക്കൊണ്ടിരുന്ന ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ചിറപ്പിനെ കുറിച്ചാണ്. മുല്ലയ്ക്കൽ ചിറപ്പ് ആലപ്പുഴയ്ക്ക് ആഹ്ലാദവും അതോടൊപ്പം തന്നെ ഒരു തീർത്ഥാടനവും എല്ലാം ഒന്നിച്ച്, വിനോദസഞ്ചാരവും എല്ലാം ഒന്നിച്ച് നൽകുന്ന ഒരു മഹാസംഭവമാണ്. ഈ സംഭവം ഇതിൻ്റെ പഴയ പ്രൗഢി ഇന്നില്ല. അത് പറയുന്നതിൽ വളരെയേറെ വിഷമമുണ്ട്. പണ്ട് കാലത്ത് ആലപ്പുഴയുടെ സമീപ പ്രദേശങ്ങളുള്ള കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം, അതുപോലെ നമ്മുടെ തണ്ണീർമുക്കം പ്രദേശത്തു നിന്നുള്ള കായലോരത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളും വള്ളങ്ങളിൽ ഇവിടെ വന്ന് താമസിച്ച് ചിറപ്പിൽ പങ്കെടുത്ത് 2-3 ദിവസം കഴിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള അത്യാവശ്യ വസ്തുക്കളുമൊക്കെ വാങ്ങി പോകുന്ന ഒരു കാലയളവാണ് പഴയ കാലത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അങ്ങനെയുള്ള പ്രൗഢിയൊന്നുമില്ല. 10 ദിവസത്തെ ചിറപ്പാണ് ഇവിടെ നടക്കുന്നത്. 4 വർഷത്തിലൊരിക്കൽ ഒരു ചിറപ്പ് കൂടി വരും, 11ാം ചിറപ്പ്. ആലപ്പുഴയിലെ പൗരപ്രമുഖരും അതുപോലെ ധനാഢ്യരായ വ്യാപാരികളുമാണ് ചിറപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ ചിറപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ചിറപ്പിൻ്റെയും ഈ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെയും രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Nourish your taste buds with the magical recipes of Aditya Bakers, prepared from divergent fruits with their natural flavors. Aditya Food Products, the #1 brand in quality and assures your good health. Aditya Food Products, including delicious plum cakes, are available in your nearby shops. One will return to appetize its yummy flavors. Aditya Bakers, Palace Ward, Iron Bridge, PO, Alapura. കിഴക്കിന്റെ വെനീസിലെ ചിറപ്പ് മഹോത്സവം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നഗരത്തിന്റെ നഷ്ടപ്രതാപങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ് എല്ലാ വർഷവും മലയാള മാസം ധനു 1 മുതൽ 11 വരെ നടക്കുന്ന മുല്ലയ്ക്കൽ ചിറപ്പ് മഹോത്സവം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മഹോത്സവത്തിന്റെ സാക്ഷികളായ ആലപ്പുഴ നഗരത്തിലെ മുതിർന്ന പൗരജനങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് ഈ മഹോത്സവത്തിന് വന്നു ചേരുന്ന മാറ്റങ്ങളെക്കുറിച്ച് എന്നും വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിദത്തമായ കായലും ഹരിതാഭമായ തീരങ്ങളും വെള്ളിപ്പാദസരങ്ങൾ അനുനിമിഷം സമ്മാനിക്കുന്ന പടിഞ്ഞാറൻ കടലും പൊന്നരഞ്ഞാണിന് സമമായ കനാലുകളും രാജപ്രൗഢി വിളിച്ചോതുന്ന കെട്ടിട സമുച്ചയങ്ങളും കൊണ്ട് മനോഹരിയായ ഈ നഗരം എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം മത സാന്നിധ്യ സൗഹാർദ്ദത്തിന് പുറമെ നൈജരും പാഴ്സികളും ഈ നഗരത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടുതന്നെ എല്ലാ മതങ്ങളുടെയും ഉത്സവ ദിനങ്ങൾ നാടിന്റെ ഉത്സവങ്ങളായി മാറുന്ന അത്യപൂർവ ചാരുത ഈ നഗരത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. നഗരം മുഴുവൻ അലങ്കാരങ്ങൾ, സംഗീത നൃത്തരംഗത്തെ പ്രഗത്ഭരുടെ സാന്നിധ്യം, നാനാഭാഗത്തു നിന്നുമെത്തുന്ന കച്ചവടക്കാർ, വാദ്യവിസ്മയം തീർക്കുന്ന വാദ്യക്കാർ, ഐരാവത സമന്മാരായ ഗജകേസരികൾ എന്നിവരൊക്കെ തന്നെ ചിറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമാണ്. നഗരമധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന മുല്ലയ്ക്കൽ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലുടനീളമുള്ള ശാസ്ത്രീയ സംഗീതം, നൃത്തം, നൃത്യം, നാട്യം തുടങ്ങിയ സകല കലകളിലും അഗ്രേസരന്മാരായ പ്രശസ്തരുടെ കലാപ്രകടനങ്ങൾക്ക് ശ്രദ്ധേയമായിരുന്നു. പ്രാചീനത കൊണ്ടും ഐതിഹ്യ മഹിമ കൊണ്ടും കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കുന്ന മുല്ലയ്ക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ ഏറെയാണ്. തിരുവല്ലത്തിനടുത്തുള്ള കല്ലുപാറയിൽ ആറ്റിൻകരയിൽ കൊട്ടാരത്തിന് സമീപമായി ഇടിഞ്ഞുപൊളിഞ്ഞു കിടന്ന ഒരു കൽത്തറയിൽ ഇരവിയിട്ടുണ്ണിയാശാൻ എന്ന കാരണവർക്ക് കിട്ടിയ ഒരു ദേവി വിഗ്രഹമാണ് മുല്ലയ്ക്കൽ രാജരാജേശ്വരി എന്നൊരു കഥയുണ്ട്. നാട്ടുടമയുടെ നിർദ്ദേശപ്രകാരം കാരണവർ വിഗ്രഹം അടുത്തുള്ള മുല്ലത്തറയിൽ വെച്ച് പൂജിക്കുവാൻ തുടങ്ങി. അതോടെ അദ്ദേഹത്തിന്റെ ഐശ്വര്യവും വർദ്ധിച്ചു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഇരവിയിട്ടുണ്ണിയാശാൻ ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ അതിർത്തിയായ ഇന്നത്തെ ആലപ്പുഴ നഗരത്തിൽ എത്തിയതായും ചെമ്പകശ്ശേരി രാജാവിന്റെ അനുവാദത്തോടെ ഇന്ന് കാണുന്ന സ്ഥലത്ത് ക്ഷേത്രം പണികഴിപ്പിച്ചതായും ഐതിഹ്യം പറയുന്നു. പ്രശ്നവിചാരത്തിൽ വിഗ്രഹം വനദുർഗയാണെന്ന് കാണുകയാൽ മേൽവിധാനമില്ലാത്ത ആലയം നിർമ്മിക്കുവാനും അമ്പലപ്പുഴയിൽ നിന്ന് തന്ത്രിയെ വരുത്തി പ്രതിഷ്ഠ നടത്തുവാനും ശ്രദ്ധ ചെലുത്തിയ ചെമ്പകശ്ശേരി രാജാവ് തന്നെയാണ് മുല്ലയ്ക്കൽ ഭഗവതി എന്ന് അമ്മയെ വിളിച്ചത്. കാലങ്ങൾ പിന്നിട്ടതോടെ മഹാഗണപതി, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, ശ്രീ ഹനുമാൻ, ശ്രീ ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ, നവഗ്രഹങ്ങൾ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ ഭാഗമായി മാറി. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോടിയർച്ചനയും ലക്ഷദീപവും വിശ്വാസികളിൽ ഭക്തിയുടെ മായാത്ത അനുഭവങ്ങളായി മാറിയിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ ഉത്സവങ്ങളിൽ മുല്ലയ്ക്കൽ ചിറപ്പ് മഹോത്സവം എന്നും വേറിട്ട് നിൽക്കുന്നു. Nourish your taste buds with the magical recipes of Aditya Bakers,
prepared from divergent fruits with their natural flavors. Aditya Food Products, the #1 brand in quality and assures your good health. Aditya Food Products, including delicious plum cakes, are available in your nearby shops. One will return to appetize its yummy flavors. Aditya Bakers, Palace Ward, Iron Bridge, PO, Alapura. വർഷങ്ങൾക്ക് മുൻപ് കുട്ടനാടൻ ജനത ബോട്ട് മാർഗം മാത്രം ആലപ്പുഴ നഗരത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരുന്നപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടി നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ബോട്ട് ജെട്ടി മുതൽ ക്ഷേത്രം വരെ കുലവാഴകൾ കെട്ടി അലങ്കരിച്ച പന്തലുകളെക്കുറിച്ചും മഹാന്മാരായ കലാകാരന്മാരെക്കുറിച്ചും ഇതര നാടുകൾ അത്ഭുത ആദരവുകളോടെ മാത്രം കണ്ടും കേട്ടിരുന്ന കരിമരുന്ന് പ്രയോഗങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന പഴമക്കാർ ഇന്നും നഗരത്തിൽ ഏറെയാണ്. കാലം മാറി, നഗരം വളർന്നു. ജനസാന്ദ്രമായി മാറിയ നഗരത്തിൽ ആരാധനാലയങ്ങളും ഉത്സവങ്ങളും വളർന്നു. മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം, വടക്കുവശാൽ ശെൽവി അമ്മൻ കോവിൽ, ഉജ്ജയിനി മഹാകാളി അമ്മൻ കോവിൽ, വടക്കുവശാൽ വിനായകർ ക്ഷേത്രം, കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രം, തോണ്ടൻകുളങ്ങര മഹാദേവർ ക്ഷേത്രം, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീ മുത്താരമ്മൻ ദേവി ക്ഷേത്രം, കൊട്ടാരം ഭഗവതി ക്ഷേത്രം തുടങ്ങി നഗരത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും മണ്ഡലകാലം ആരംഭിക്കുന്ന വൃശ്ചികം 1 മുതൽ ഭക്തിയോടെയും വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ശരണം വിളികളുടെയും സംഗീത നൃത്ത കലകളുടെയും നിറസാന്നിധ്യമായി മാറുന്ന അപൂർവ കാഴ്ചയായി മാറും. കളഭാഭിഷേകവും മുഴുക്കാപ്പും മണ്ഡലകാലം മുതൽ പ്രധാന ക്ഷേത്രങ്ങളിൽ വഴിപാടായി ഭക്തജനങ്ങൾ സമർപ്പിക്കും. മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവവും കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവവും ഒരുമിച്ച് നടക്കുന്ന ധനുമാസത്തിൽ മുല്ലയ്ക്കൽ സീറോ ജംഗ്ഷൻ മുതൽ വടക്ക് കൈചൂണ്ടിമുക്ക് വരെയുള്ള ക്ഷേത്രവീഥികൾ ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. ഇതര ജില്ലകളിൽ നിന്ന് പോലും ഉത്സവ ദിനങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തും. ആലപ്പുഴ ക്ഷേത്ര നഗരി ആധുനിക കാലത്ത് ആലപ്പുഴ ക്ഷേത്ര നഗരി എന്നതിനോടൊപ്പം വിനോദസഞ്ചാരികളുടെ സ്വപ്നഭൂമിയായി കൂടി മാറിയിരിക്കുന്നു ആലപ്പുഴ. ആലപ്പുഴയുടെ സൗന്ദര്യവൽക്കരണം നഷ്ടപ്രതാപങ്ങളുടെ സ്മാരകങ്ങൾ നോക്കി നെടുവീർപ്പിടുന്ന ഒരു തലമുറയോട് ചെയ്യുന്ന പ്രായശ്ചിത്തമായി മാറുന്നു. അതുകൊണ്ടുതന്നെ ഉത്സവങ്ങൾ കാലോചിതമായി മാറുന്ന കാഴ്ചയ്ക്കും നഗരം സാക്ഷിയാകുന്നു. Nourish your taste buds with the magical recipes of Aditya Bakers, prepared from divergent fruits with their natural flavors. Aditya Food Products, the #1 brand in quality and assures your good health. Aditya Food Products, including delicious plum cakes, are available in your nearby shops. One will return to appetize its yummy flavors. Aditya Bakers, Palace Ward, Iron Bridge, PO, Alapura. ചിറപ്പുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കാർണിവൽ, അഗ്രി ഫെസ്റ്റുകൾ, മ്യൂസിക് ആൻഡ് ഫുഡ് ഫെസ്റ്റിവലുകൾ, പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ആലപ്പുഴയുടെ ഉത്സവകാലത്തിന് മുൻകാലങ്ങളിൽ മാറ്റുകൂട്ടിയിരുന്നു. കാലചക്രം ഇനിയും തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. നാടിന്റെ പ്രകാശമായും ആത്മീയതയുടെയും ഭക്തിയുടെയും പ്രതീകമായും നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം ജനമനസ്സുകളിൽ നിറഞ്ഞു തന്നെ നിൽക്കും. കനകവും സൗരഭ്യവും പകർന്നു നൽകുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മുല്ലയ്ക്കൽ ക്ഷേത്രവിധിയിൽ നിറയുന്ന പുരുഷാരം നാനാജാതി മതസ്ഥരുടെ പ്രതീകമായി മാറും. ഓരോ മണ്ഡലകാല ചിറപ്പ് കാലവും ആബാലവൃദ്ധം ജനങ്ങളുടെ മനസ്സിലും സന്തോഷത്തിന്റെയും സംഗീതത്തിന്റെയും ഭക്തിയുടെയും സമൃദ്ധിയുടെയും നവയുഗങ്ങളായ അനുഭൂതികൾ പകർന്നുകൊണ്ടേയിരിക്കും. ഗൃഹാതുരത്വത്തിന്റേതായ നൊമ്പരങ്ങൾ മാറ്റിവെച്ച് ഓരോ ചിറപ്പ് മഹോത്സവവും കഴിയുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിനായി ആലപ്പുഴയിലെ ഓരോ പൗരനും കാത്തിരിക്കുന്നു. മനോഹരമായ ആ നല്ല നാളേക്കായി, മണ്ഡലകാല ചിറപ്പ് മഹോത്സവത്തിനായി ഏവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നൊരപേക്ഷയുണ്ട്.